നല്ലതൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ഈ നാട് ഒരിക്കലും മാറില്ല. വാഗ്ദാനങ്ങളൊക്കെ കേട്ടുമടുത്തു. അത് തരാം, ഇത് തരാം, അങ്ങനെയാക്കാം, ഇങ്ങനെയാക്കാം. പരാതികളോ? കൊടുത്തു മതിയായി. ശരിയല്ലേ? ഇത്ര കാലമായിട്ടും ഒന്നും മാറിയിട്ടില്ല. സർക്കാരും നേതാക്കളും മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളോ? ആർക്കാണ് അതൊക്കെ നോക്കാൻ നേരം? നിങ്ങൾ എന്താ കരുതിയത്? ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇന്നലെ വരെ എത്ര പെൺകുട്ടികളാ നമ്മുടെ നാട്ടിൽ ആക്രമിക്കപ്പെട്ട് മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്? ഇതൊന്നും ഇപ്പോ ഒരു വിഷയമേ അല്ലാതായിരിക്കുന്നു. എന്താ കാരണം? എന്തുകൊണ്ടാ ഇങ്ങനെ? എന്താ കാരണം? ഇവിടെ എന്തും സംഭവിക്കാം. രാവിലെ കോളേജിൽ പോയ യുവാവിനെ തിരിയാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഞാൻ എന്ത് കഴിക്കണം കുടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ? മിണ്ടിയ പാകിസ്ഥാനിൽ പോണം, ഇല്ലേൽ രാജ്യദ്രോഹം, UAPA. അപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം. എന്താ ഇങ്ങനെ? എന്തുകൊണ്ടാ ഇങ്ങനെ? എന്തിനാ ഇങ്ങനെ? എന്താ കാരണം? കാരണം നമ്മുടെ നാട് മാറാൻ പോകുന്നില്ല. പത്രം തുറക്കാൻ വയ്യ. അക്രമം, കലാപം, കൊള്ളിവെപ്പ്. കുട്ടികളെന്നോ വൃദ്ധരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ ആക്രമണങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്നു. നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. 1 മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാം മറക്കും. എന്താ കാരണം? ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നും മാറാനും പോകുന്നില്ല. നടിമാർക്ക് പോലും ദുരാനുഭവങ്ങൾ. അപ്പോൾ സാധാരണക്കാരന്റെ കാര്യം? രാജ്യത്ത് ഒരു MP മരിച്ചിട്ട് മൃതദേഹത്തോട് പോലും അവഹേളനം. രാപ്പകൽ അധ്വാനിച്ച് പണം കിട്ടാൻ പൊരിവേലത്ത് ക്യൂ നിന്നത് മറക്കാൻ പറ്റൂ? അധ്യാപകർ, കുട്ടികൾ, അമ്മമാർ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ കൺമുന്നിൽ കണ്ട അരും കൊലകൾ മറക്കാൻ പറ്റുമോ നമുക്ക്? കാഴ്ചക്കാരായി മാത്രം നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. എന്താ ഇങ്ങനെയൊക്കെ? എന്താ കാരണം? എന്തുകൊണ്ടാ ഇങ്ങനെ? ഈ നാട്ടിൽ ഇപ്പോൾ എന്തും നടക്കും. നമ്മുടെ നാടും മാറും. വരും ആ മാറ്റം. എല്ലാ പ്രശ്നങ്ങളുടെയും അവസാനം തുടങ്ങുകയാണ്. ആ തുടക്കം നമ്മുടെ കൈകളിലാണ്. തുടക്കം നിങ്ങളുടെ കൈകളിലാണ്. ഈ ഏകാധിപത്യ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും വേണം നമുക്കൊരു മോചനം. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കോണി അടയാളത്തിൽ വോട്ട് ചെയ്യും. ബഹുസ്വരതയുടെ മതേതര മുന്നേറ്റത്തിന് ഒന്നായി കൈകോർക്കാം. മുടങ്ങട്ടെ ശബ്ദം അനീതിക്കെതിരെ. പറയേണ്ടവർ പറയുമ്പോൾ കേൾക്കേണ്ടവർ കേൾക്കും. മാറ്റത്തിനായി കാത്തിരിക്കും. ഇപ്പോ സ്വന്തം നാടിനെ ഈ ഏകാധിപത്യ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും വേണ്ട ശക്തി എനിക്ക് തരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.